മുട്ട, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ള ജന്തു എന്ന നിലയിൽ എനിക്ക് അർഹമായ ബഹുമാനം മറ്റ് ജന്തുവർഗ്ഗങ്ങൾ തരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിനക്കും ഇത്തിരി ഇറവറൻസ് ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇറവറൻസ്, ബഹുമാനക്കുറവ്. ആരോടാണ് ഞാനീ പറയണത്? ചെവിക്കകത്ത് പല്ലുണ്ടായിരുന്നെങ്കിൽ അവൻ അതിലേ കൂടി ചവച്ചേനെ തേണ്ടി. என்ன நாய்க்குட்டா, நீ யாருக்கிட்ட பேசிட்டு இருக்காது? அந்த குச்சி மூட்டை இறைக்கிற ஆப்புள்ளையா? അതെ, ഒരു പോലീസുകാരനെ കണ്ടാൽ ഇച്ചിരി ബഹുമാനിക്കുന്നതൊക്കെ ഒരു നാട്ടു നടപ്പാ. அதுக்கு எங்க இருக்கிறா போலீஸ்காரன்? ദേ ഇങ്ങോട്ട് നോക്ക്. யாரு? நீயா? போலீஸ்காரனா? எதுக்குடா காலையில வந்துட்டு இந்த தமாசைய சொல்லிட்டு இருக்குது? എനിക്ക് സിരിക്ക വയ്യടാ നായ്ക്കുട്ടാ. അല്ലേ, നിന്നാരാണ് പോലീസിലെടുത്തത്? ഒരു പോലീസുകാരന്റെ ജോലി ചെയ്യുന്ന എല്ലാവരും പോലീസ് തന്നെയാണ്. അടുക്കളപ്പുറത്ത് മറന്നു കിടക്കുന്നതാണോ പോലീസ് പണി? ദേ ആടെ സ്മരണ വേണം. നിങ്ങളെയൊക്കെ ഒരു പോറൽ പോലും വീഴാതെ ഞാൻ നോക്കണില്ലേ? നീയൊക്കെ രാത്രി കൂർക്കം പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ ഞാനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവലിരിക്കുമല്ലേ? ഇതൊക്കെ തന്നെയാ പോലീസും ചെയ്യണത്. എടാവേ, നിന്നെക്കാളും ബഹുമാനം കിട്ടേണ്ടത് ഞങ്ങൾക്കാണ്, അതായത് ഈ ആടുകൾക്ക്. അയ്യോ, എന്തിന്? എതുക്കടി അത്? ഈ ഫുട്ബോളൊക്കെ കളിക്കുന്നതിൽ മെയിൻ ആൾക്കാരൊക്കെ ഇല്ലേ, ഈ മേഴ്സി, റൊണാൾഡ്. റൊണാൾഡല്ല, റൊണാ പശു. എന്റെ ആടെ റൊണാൾഡോ, മറ്റേത് മേഴ്സി അല്ല, മെസ്സി. ആ പേരെന്തേലും ആവട്ടെ, അവരെന്നാ വിളിക്കണത്? അതിപ്പോ മെസ്സി ആണെങ്കിൽ വീട്ടില് എടാ മെസ്സിയാ എന്ന് വിളിക്കുമായിരിക്കും. പിന്നെ അതല്ലടി, അവർ ആരാധകർ എന്നാ വിളിക്കണേണ്ട് അറിയാവോ? ഗോട്ട്, ആട് ഗോട്ട്. അത് ശരിയാണ്. ആല്ലോ, ആരായി ഗോട്ട്? അപ്പൊ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ഞങ്ങളെ അല്ലേ? ഏത് ആ ചാരിയിരുന്ന് ചവക്കണതിനെയാണ് ബഹുമാനിക്കേണ്ടത്. ഈ ദൈവം ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളെ സൃഷ്ടിക്കുമ്പോ ഇതുപോലെ 1-2 ഇങ്ങനെയൊക്കെ വരും. എടി നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ചോദിച്ചാ അങ്ങനെ ഞാനും വരും പോവാണ് എന്റെ കൂടെ. അത് നീ വന്നാ ശരിയാവത്തില്ല. എന്നാ ശരിയാവാത്ത? നീ എന്നെ കൊണ്ടുപോക മാട്ടേ. പെണ്ണെ എടാ, നാഗവല്ലി കളിക്കല്ലേ, ആ ഒന്നും ശരിയാവൂല. അതെന്താ ശരിയാവാത്തെന്നാ ഞാൻ ചോദിച്ചേ. അണ്ണനൊന്നും പറയണ്ട, ഞാൻ വരും അണ്ണന്റെ കൂടെ. എന്നെ കൊണ്ടുപോവാണ്ണ. പെണ്ണെ, എനിക്കവിടെ 2 ഭാര്യമാരും അതിൽ കുറെ മുട്ടകളും ഉണ്ട്. ഇനി നീ കൂടി അങ്ങോട്ട് വന്നാ എങ്ങനെ ശരിയാവും? ആ ഒന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എനിക്ക് പ്രശ്നമാണല്ലോ. ഞാൻ വേണം എന്റെ വരവിന്റെ എണ്ണം കൂട്ടാം. ഞാൻ അങ്ങോട്ട് വന്നാ അണ്ണൻ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. നീ അങ്ങോട്ട് വന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോയിട്ട് വരത്തില്ല, നേരെ മേപ്പോട്ട് വിടുവാ അവര്. ആര്? എന്റെ ഭാര്യമാര്, അല്ലാതാരാ? അവരെന്നെ കൊത്തിക്കൊല്ലും. നിനക്ക് അണ്ണൻ ചാവണ കാണണ? നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പോയാ പോരെ? ഞാൻ എന്റെ അണ്ണനെ എന്റെ ചിറകിനടിയിൽ ഒതുക്കി കൊത്തുകൊള്ളാതെ നോക്കും. വേണമെങ്കിൽ ഞാൻ അവരോട് ഫൈറ്റ് ചെയ്യും, എന്നാലും ഞാൻ വരും. ഇത് വലിയ തലവേദനയായല്ലോ. കണ്ട ഇപ്പൊ ഞാൻ തലവേദനയാണല്ലേ. നേരത്തെ എന്നോട് എന്താ പറഞ്ഞേ? എന്നെ കാണാതെ നെഞ്ചിന് വേദന വന്നെന്ന്. ഇപ്പൊ ഞാൻ തലവേദനയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പൂവൻകോഴിയോട് ഇങ്ങനെയാ, കാര്യം കഴിയുമ്പോ തിരിഞ്ഞു നോക്കത്തില്ല. അയ്യോ, ആ നെഞ്ചിലെ വേദന മേപ്പോട്ട് കയറി തലയിലെത്തി എന്റെ പൊന്നെ, അത് പറഞ്ഞതാ. എന്നാ എന്നെ കൊണ്ടുപോ, അപ്പൊ എല്ലാ വേദനയും മാറും. മാറും എന്നേക്കുമായിട്ട് മാറും. എന്നാ ശരി, മോളൊന്ന് കണ്ണടച്ചേ. അയ്യടാ മനമേ, ഞാൻ കണ്ണടച്ചിരിക്കും, അണ്ണൻ പിന്നാമ്പുറം വഴി പറക്കും. എനിക്കറിയാം അണ്ണന്റെ സൂത്രം. എനിക്ക് അണ്ണന്റെ വീട് ശരിക്കും അറിയത്തില്ല. ഈ വീടിന്റെ 5-6 വീട് അപ്പുറത്താന്ന് അറിയാം, പക്ഷെ അത് ഏത് ഭാഗത്താ പോകണ്ടെന്ന് എനിക്കറിയില്ല. ഭാഗ്യം. എന്താ? അല്ല, ഭാഗ്യമുള്ളവരാ നമ്മളെന്ന് പറയുമായിരുന്നു. അതെ, അണ്ണനാണ് എന്റെ ഭാഗ്യം പൂവണ്ണൻ. എന്റെ കഷ്ടകാലം. എന്താ? ഒന്നുമില്ല. നമുക്ക് പോകാം, ഇപ്പൊ തന്നെ പോകാം അണ്ണാ. അണ്ണ എന്നെ ആലോചിക്കുന്നേ?
അണ്ണാ എന്തോ കരിയുന്ന മണം വരുന്നുണ്ടല്ലോ, ഇറച്ചിയോ മറ്റോ കരിയുന്ന മണം. മണം വരും എന്റെ ഉള്ളു കത്തുവല്ലേ. എന്നാ ഇത്തിരി വെള്ളം കുടിക്കുന്ന, ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ? ആ എന്നാ എടുത്തതാ. അല്ലേ വേണ്ട, അണ്ണനും അങ്ങോട്ട് വാ, അണ്ണൻ മുങ്ങിയാലോ. അങ്ങോട്ട് വാ, ഞാൻ വെള്ളം തരാം. എന്നാ വെള്ളം വേണ്ട, ഇനി അവളെ ചെന്നിട്ട് എത്ര കുടിക്കാൻ കിടക്കണ്. എന്നാ വാ, നമുക്ക് അണ്ണന്റെ വീട്ടിലോട്ട് പോകാം. ഇടി പെണ്ണെ, നിന്റെ കെട്ടിയാൻ പോവാൻ എന്ത് ചെയ്യും? കൊത്തണം. ആര്? അണ്ണൻ അങ്ങേരെ കൊത്തണം, കൊത്തി കൊത്തി ഓടിക്കണം. അയാള് കൊള്ളില്ലണ്ണാ. അയാൾ തനി നാടനാ. ഈ ഗോതമ്പ് നല്ല കോഴിത്തീറ്റയൊന്നും അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് ചിക്കി തിന്നണം, മണ്ണിത് തിന്നണം. ഓ അതാണ് നല്ലതെന്ന് പറഞ്ഞ് രാവിലെ മുതൽ ചിക്കാൻ പോകും. പിന്നെ താലയിലും ചുണ്ടയിലും മണ്ണുമായിട്ട് കയറി വരും. ഇതെനിക്കിഷ്ടമല്ല. ഈ കാലയിലൊക്കെ മണ്ണ് പറ്റിക്കണ കോഴികളെ എനിക്കിഷ്ടമല്ല. മാത്രമല്ല അങ്ങനെ ഒട്ടും റൊമാൻറ്റിക് അല്ല. പിന്നെ അണ്ണന്റെ അത്രയും കളറും ഇല്ല. അതെന്നാ വർത്താനാ പെണ്ണെ, നമ്മള് കോഴികൾക്ക് എന്ത് കളർ എന്തായാലും എന്താ, നിറം എന്തായാലും എന്താ. അത് ശരിയാണ്. ഞാനങ്ങനെ കുറ്റം പറഞ്ഞ കൂട്ടത്തിൽ ഇതെല്ലാം ചേർത്തന്നേ ഉള്ളൂ. നമ്മ ഒരാളുടെ കുറ്റം പറയുമ്പോ നല്ലൊരു മനസ്സ് വല്ലേ അണ്ണ? അണ്ണ എന്നെ ആലോചിക്കുന്നേ? ഞാൻ വിളക്കൊക്കെ പിടിച്ച് വീട്ടിൽ കയറി വരുന്ന സീൻ ആലോചിച്ചിരിക്കുവാണോ? ആ വിളക്കിന്റെ കാര്യമൊക്കെ തന്നെയാ ഓർത്തത്. പക്ഷെ വിളക്ക് എന്റെ തലയ്ക്ക് വെക്കാനാണെന്നേ ഉള്ളു. ഓ ഒരു തമാശക്കാരൻ. നമുക്ക് പോകാണോ? ബാ. നീ ശരിക്കും ആലോചിച്ചാണോ ഈ തീരുമാനം എടുത്തത്? എന്തെങ്കിലും മാറ്റം? ഇത് എന്നാ രാമായണം മുഴുവൻ കേട്ടിട്ട് സീതാരാമന്റെ ആരായിട്ട് വരുമെന്ന് ചോദിക്കണ പോലെ ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ച് തന്നെയാ തീരുമാനം എടുത്തത്. ഞാൻ അണ്ണനോടൊപ്പം വരും. ഇപ്പൊ പോയാ ഇരുട്ടുന്നതിന് മുമ്പ് ചെല്ലാം. എന്റെ കണ്ണിൽ ഇപ്പോഴേ ഇരുട്ടാ. വാ നടക്ക്. ആ മുട്ട ഇവന് ആരെയാടാ ഈ വലിച്ചോണ്ട് വരണത്? എടാ നോക്കണം മുട്ട, നോക്കണം അങ്ങോട്ട്. പൂവിനോടൊപ്പം ഒരു പെടാ, അത് വേറെ പെടാ. ഇന്ന് ഇവിടെ അടി നടക്കും മോനെ. ആരാണോ കൂടെ? വന്നിട്ട് പറയാം. അതെ, ജീവനുണ്ടേ അവൻ വന്നിട്ട് പറയും. നീ എന്തായാലും എണീക്ക്. അന്നെ ഫ്രണ്ട്സാണ് അന്നാ അത്? ചോ എന്നാ ധൃതിയാണ് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോവേ കള്ളെ. കോഴിക്കോടിനടുത്ത് ചെന്നിരിക്കാം. ഇങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടത്തുള്ളൂ. ബാ.